ഉറപ്പുവരുത്താൻ നിയമപരമായി പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകേണ്ടതുണ്ട്. ഇതിൽ കർക്കശ നിലപാട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ആ നിലപാട് കേന്ദ്രമന്ത്രിയെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു. ഒരു 5 ദിവസം പാട് തിരുവനന്തപുരത്ത് വളരെ വിശദമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ, പ്രൊജക്ട് ഡയറക്ടർമാർ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ, ജില്ലാ കലക്ടർമാരുൾപ്പെടെ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്ത് വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചു. അതിലും ഈ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഷെഡ്യൂൾ പ്രകാരം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതിന്റെ കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്തി. അതിലേറെ സന്തോഷകരമായ കാര്യം 400 കിലോമീറ്റർ റോഡ് 6 വരിയായി കഴിഞ്ഞു. അത് നമ്മുടെ പരിശോധനയിൽ വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ്. അപ്പൊ ഇനിയുള്ള മഴ ഇപ്പൊ കുറഞ്ഞു വരുന്നു. ഇനിയുള്ള മാസങ്ങളിൽ ഇനിയും ഏറെ നമുക്കതിന്റെ ഭാഗമായി പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു റീച്ച് നമ്മുടെ വെങ്ങളം മുതൽ അഴിയൂര് വരെയുള്ള റീച്ച്. അത് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ ചില ആശങ്കകൾ, ചില പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്. പ്രവൃത്തി ഷെഡ്യൂൾ പ്രകാരം നടത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസമുണ്ട്. തുടർച്ചയായി പറയുന്ന കാര്യമാണ്. ആ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണം എന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട കരാർ കമ്പനി ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു പോയിട്ടില്ലെങ്കിൽ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആവശ്യവും അറിയിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. എല്ലാ നിലയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടപെടുക എന്നുള്ളതാണ് പ്രധാനം. അതിന് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പൂർത്തിയായ പാതയിൽ പോലും അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൂർത്തിയായ പാതയിൽ പോലും അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിലൊക്കെ സാങ്കേതികമായ പരിശോധന നടത്തി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ കേന്ദ്ര സർക്കാർ എന്നുള്ള നിലയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടക്കട്ടെ, അതതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ അഴിയൂർ വെള്ളം റീച്ച് കളക്ടർ തന്നെ പറഞ്ഞാണ് കുഴികളടയ്ക്കാൻ. കുഴികളടയ്ക്കുന്നത് പോയിരുന്ന വീണ്ടും അവിടേക്ക് പോയാൽ നാട്ടുകൊടിയുന്ന യാത്രയാണ്. കാറിൽ പോലെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കണ്ണൂർ കോഴിക്കോട്. അതിനെന്താണ് ചെയ്യാൻ പറ്റിയത്? അല്ല, അത് നമ്മള് കലക്ടർ തന്നെ നേരത്തെ നിർദ്ദേശം നൽകി. നമ്മളെ മീറ്റിങ്ങുകളിൽ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മഴ കുറഞ്ഞിട്ട് ഒരു കാര്യമായിട്ട് ഇടപെടും അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ അതെ, അത് കഴിഞ്ഞ് ഇടപെടുന്നവർ. അതായത് നമ്മുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. സർവീസുകളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അവരാ ചെയ്യാൻ